ഇവിടെ 3 കാർഡ് എടുത്തിട്ടുണ്ട്. ക്യാമറയിൽ പെടാഞ്ഞതാണ്. എന്തായാലും ഇനി അത് മാറ്റിയെടുക്കുമ്പോൾ ആ എനർജി മാറും. ആദ്യത്തെ കാർഡ് അവർക്ക് വേണ്ടി, നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി. രണ്ടാമത്തെ കാർഡ് നിങ്ങൾക്ക് വേണ്ടി. മൂന്നാമത്തെ കാർഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ അത് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി മാത്രം ഇത് കേൾക്കുക. പങ്കാളിയുടെ ഈ സമയത്തെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ മനസ്സിൽ അവരോടുള്ള കറൻറ്റ് ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? അതുകൂടി നോക്കാം. ഇത് നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ സമയത്തെ കാര്യമാണ് കേട്ടോ. ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ പോവാം നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സെന്താണെന്ന് അറിയാൻ. ആദ്യത്തെ കാർഡ് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന 4 ഓഫ് കപ്പാണ്. ഭയങ്കര വിരഹമാണല്ലോ. നിങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സംസാരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ലോകം നിങ്ങളാണ് എന്ന് പറയുന്ന കാർഡാണ്. പ്രണയത്തിൻ്റെ മൂർധന്യ ഭാവത്തിനെ കാണിക്കുന്നതാണ് 4 ഓഫ് കപ്പ്. ഇത് അവർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർ നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ലോകം മറന്നിരിക്കുകയാണ്. നിങ്ങളെ മാത്രം ചിന്തിച്ചിരിക്കുകയാണ്. എന്നാൽ തൊട്ടടുത്ത് തന്നെ അവർക്ക് നേരെ നീണ്ടുവരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊരു പ്രണയം തന്നെയാവാം. പക്ഷെ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെ മതിയെന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ ഓർത്ത് സർവ്വതും മറന്നിരിക്കുന്ന അവർക്ക് ചുറ്റും ശത്രുക്കളുണ്ട് എന്നുകൂടി മൂൺ എനർജി പറയുന്നുണ്ട്. ഇത് മൂൺ എനർജിയാണ്. കർക്കിടകം രാശിയാണ്. കലങ്ങിയ മനസ്സാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന, നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന, നിങ്ങളെ അങ്ങേയറ്റം മിസ് ചെയ്യുന്ന ഒരു പങ്കാളിയായിട്ടാണ് ഇവിടെ 4 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലിപ്പോൾ സംസാരിക്കുന്നില്ലായിരിക്കാം, കാണുന്നില്ലായിരിക്കാം. അതുകൊണ്ടാണ് അവർ ഇത്രയധികം നിങ്ങളെ മിസ് ചെയ്യുന്നത്. ഡീപ്പ് ലവാണ്. ഇനി നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. എന്നാൽ ഇവിടെ നിങ്ങളുടെ എനർജി ആയിട്ട് വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. അപ്പോൾ എൻ്റെ ആയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുക, അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, അവർക്ക് സ്നേഹം കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കുറേ കുറവുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന സമയമാണ് ഡെത്ത് കാർഡ്. അപ്പോൾ നിങ്ങളൊരു റീയൂണിയന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നത്. അവരും വിരഹത്തിലാണ്. അപ്പോൾ ആരോപണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ അകന്നിട്ടുണ്ടാവുക. എന്നാൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലായി എന്നാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അതെല്ലാം മാറ്റിവെച്ച് അവരെ സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറായി. നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറ്റബോധമാണ്. റീയൂണിയനെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ തെറ്റുകളും നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായി. കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്നാണ്. ഇനി വന്നിരിക്കുന്ന തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തേർഡ് പാർട്ടി അവരുടെ കുടുംബവും നിങ്ങളുടെ കുടുംബമാണ്. മനസ്സിന് ഭയങ്കര ഭാരമാണ് എന്ന് പറയുന്നത്. തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്ന മനസ്സിൻ്റെ ഭാരമാണ്. 2 പേർക്കും മനസ്സിൻ്റെ ഭാരമാണ്. ഇത് ഒരാൾക്കല്ല.